I love you, Jack. കപ്പൽ മുങ്ങിക്കോട്ടെ, അത് കടലിൽ മുങ്ങിക്കോട്ടെ, കണക്കും ഞാൻ. അണ്ണ ലിപ്സ്റ്റിക് നോക്ക്. I love you, Jack. സായിപ്പുണ്ടല്ലോ എനിക്കത് കൊറേ എഡിറ്റ് ഇറങ്ങലുണ്ട്. ആ ചിരിച്ച് കണ്ടിട്ട് കപ്പൽ മുങ്ങിക്കോട്ടെ, അത് കടലിൽ മുങ്ങിക്കോട്ടെ, കണക്കും ഞാൻ. അത് ഇങ്ങനൊക്കെ ആ ഒരു സീൻ പറഞ്ഞത് വിഷയമാണ്. കറക്റ്റ് സിറ്റുവേഷന് മാച്ച് ആകുന്നുണ്ടാ മനസ്സിലായി. ടൈറ്റാനിക് മുങ്ങുന്നത്. അപ്പൊ ജാക്ക് പറയുന്നല്ലേ ചോക്കി ഇങ്ങനെ കപ്പൽ മുങ്ങിക്കോട്ടെ, അത് കടലിൽ മുങ്ങിക്കോട്ടെ, കണക്കും ഞാൻ. അത് ഇങ്ങനൊക്കെ ആ ഒരു സീൻ സീൻ എഡിറ്റാണ്. ഇത് ഞാൻ ഇന്നലെ കണ്ട് ഉണ്ണിവന്തന്റെ ഫസ്റ്റ് ഓഡീഷൻ. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ ഏത് എക്സ്പ്രഷൻ എന്റെ ഹെഡ്സെറ്റിന് ഒരു സൈഡ് പോകാണോ നിങ്ങൾക്ക് അങ്ങനെയാണോ? എന്തിനാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺസ് അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾക്കവിടെ 2 minutes to think, maximum 5 minutes. ഈ ബീജം ആടിട്ടാലും രോമാഞ്ചാതല്ലത്. ഇതില് ഈ സിനിമയിലൊരു ഡയലോഗ്. അയ്യോ ഗൈസ്, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ ഉണ്ണിക്കണ്ണൻ ചേട്ടനല്ലേ, പുള്ളിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഗൂഗിൾ പേ നമ്പർ ചോദിച്ചു. ചേട്ടാ ഗൂഗിൾ പേ നമ്പർ തരുമോ? ഞാൻ എന്നെ കൊണ്ടാവുന്ന പുള്ളിക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് അയക്കാന്ന് വിചാരിച്ച് ഞാൻ പുള്ളിയുടെ അടുത്ത് ഗൂഗിൾ പേ ഇത് ചോദിച്ചിടാം. പുള്ളി എനിക്ക് റിപ്ലൈ തന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല മോനെ ഇത് ചെയ്യുന്നത്. എനിക്ക് കിടക്കാൻ വഴിയിലാണെങ്കിൽ ഞാൻ കിടന്നോളാം. പൈസയ്ക്ക് വേണ്ടിയായിരുന്നേ എനിക്ക് ഒരുപാട് പേരുടെ നിന്ന് പൈസ മേടിച്ച് പോകുമായിരുന്നു. ഞാൻ ഒരാൾക്ക് പോലും ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടില്ല. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിക്കാറില്ല. എനിക്ക് പൈസ വേണ്ട, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് അതാണ് പ്രധാനം. ഞാൻ അതിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് എപ്പോഴെങ്കിലും പറ്റാതാവുമ്പോഴോ ആശുപത്രിയിലാവുമ്പോഴോ എങ്ങനെ ആരെങ്കിലും സഹായിച്ചോ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഇതിന്റെ പേരിൽ പൈസ പിരിക്കണ്ട. വിജയുടെ പേരിൽ ഞാൻ ഒരിക്കലും പൈസ പിരിക്കത്തില്ല. പുള്ളി എനിക്ക് അയച്ച റിപ്ലൈ ആണ്. അയാൾക്ക് അങ്ങനെ ഒരു സൈഡ് ഉണ്ടോ? ഞാൻ ഒരു കോമാളിയാന്ന് വിചാരിച്ചേ. അപ്പൊ അലിഞ്ചോ സാറാട്ടണ്ണനും പോലെ അല്ലല്ലേ ഇയാള് ഡബ്ല്യൂ ആണല്ലോ. സത്യം പറയല്ലേ, കളിയാക്കുന്ന എല്ലാ കുണ്ണുകളും പുള്ളിക്ക് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഇത്രയും ഫെയിം കിട്ടിയിട്ട് പുള്ളിക്ക് എത്ര ലക്ഷം രൂപ ആൾക്കാരുടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകായിരുന്നു അറിയാം. കാര്യം അയാൾ ഡബ്ല്യൂ ആലേ. ഉണ്ണിക്കണ്ണൻ നമുക്ക് ലൈവ് കൊണ്ട് അതേപോലെ തൊപ്പിയുണ്ടല്ലോ, ഭയങ്കര ബാഡ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പരിചയം കാണിച്ചില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ? അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ അത്ര നല്ല കാര്യമാണ്? കാരണം അവർ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളാണ് നിങ്ങളെ കാണുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ, ഈ ഒരാൾക്കും, അതായത് ഇപ്പൊ ഒരു സ്ട്രീമേഴ്സും കേരളത്തിലെ ഇപ്പം മോസ്റ്റ് ഓഫ് ദ എല്ലാ സ്ട്രീമേഴ്സ് ആരെടുത്താലും എന്തെടുത്താലും ഒരിക്കലെങ്കിലും ട്രിഗർ ആവാത്ത, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഒരിക്കലെങ്കിലും ഒരു മോശം വാക്ക് ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. മെയിൻ കാര്യം. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ഇപ്പം ഓരോ സിനിമയ്ക്ക് ഓരോ സ്വഭാവം അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഉള്ളതുപോലെ ഇപ്പം ഇത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ആരെയും കാണിപ്പിക്കുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇത് കാണിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എക്സാമ്പിൾ ഇപ്പൊ ഈ സിനിമ തന്നെ എടുക്കുകയാണെങ്കിലുണ്ട് ഈ ചുരുളി പോലത്തെ ഫിലിമൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പോലെ തന്നത്തെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ മനുഷ്യന്മാര് തമ്മിൽ, ഇപ്പൊ ചേട്ടൻ മുമ്പേ അടുത്ത് ചോദിച്ചില്ല, സ്റ്റോറി മോഡ് ഗെയിംസ് അല്ലാതെ മനുഷ്യന്മാര് സംസാരിക്കുന്നിടത്ത് അവിടെ ഈ പറയണത് പോലെ തർക്കവും അടിയും വഴക്കും എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഈ പറയണത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗേർഡ് ആവാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം തൊപ്പിക്ക് ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചേട്ടൻ ചോദിച്ചപ്പോ എനിക്ക് പറയാന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പ്രശ്നം എന്ന് പറയാൻ പറ്റത്തില്ല. അതും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട്. അത് അവന്റെ ഓഡിയൻസ് അങ്ങനെ തോന്നും. പിന്നെ വേറെ കാര്യം, മുന്നേ ഉള്ള എന്റെ തെറിവിളി വെച്ച് നോക്കുമ്പോ ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ ഇല്ലാണ്ടായി. ഇപ്പൊ ഞാൻ ഒരു ലൈവിൽ ഒരു പ്രാവശ്യം കാണില്ല തെറി വിളിക്കുന്നത് അല്ലേ?
ഒരു ലെവലിൽ 1-2 പ്രാവശ്യം ഞാൻ തെറി വിളിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ മനസ്സിലായി, ഇതൊരു ജിമ്മിൽ പോകുന്ന പോലത്തെ ഒരു പ്രോഗ്രസ് ആണ്. അതായത് കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തീരെ തെറിയിലുണ്ടാവും. മനസ്സിലാവും? അങ്ങനെയാ ഇപ്പൊ ഇതിങ്ങനെ പിടിച്ച് ഞാൻ മാക്സിമം പറയാണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവും?